ട്രംപ് വന്നു, പണി തുടങ്ങിക്കഴിഞ്ഞു. ആദ്യ പണി തന്നെ മുഖ്യ ശത്രുവായ ചൈനയ്ക്കിട്ടാണ് നൽകിയത്. കുറേ കാലമായി ചൈനയുമായി ചർച്ച ചെയ്ത് എവിടെയും എത്താത്ത മയക്കുമരുന്ന് കടത്ത് ഒരൊറ്റ തീരുമാനം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ ഈ നിർണായക നീക്കത്തിൽ ചൈനയുടെ അടിതെറ്റുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ലോകത്തിലെ പ്രബലരായ രണ്ട് രാജ്യങ്ങളാണല്ലോ അമേരിക്കയും ചൈനയും. ഷീ ജിൻപിങ്ങിന്റെ ഭരണത്തിൽ ചൈന എല്ലാ മേഖലയിലും കുതിച്ചു കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഏഷ്യയിലെ വലിയ സാമ്പത്തിക ശക്തി തന്നെയാണ് ചൈന. എന്നാൽ ചൈനയുടെ വളർച്ചയെ വളരെ അസൂയയോടെയാണ് അമേരിക്ക എന്നും നോക്കിക്കണ്ടിട്ടുള്ളത്. ചൈനയെ എങ്ങനെയെങ്കിലും കശക്കിയെറിഞ്ഞ് ലോകത്തിന് മുകളിൽ സർവാധിപത്യം സ്ഥാപിക്കണമെന്ന് മാത്രമാണ് അമേരിക്കയുടെ ആഗ്രഹം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറുമാണ്. സാമ്രാജ്യത്വ വിപുലീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ചൈനയെ ഭയത്തോടെയാണ് അമേരിക്ക നോക്കിക്കാണുന്നത്. ചൈനയുമായി നിരന്തരം മത്സരിക്കുന്ന അമേരിക്ക ഇതിനുവേണ്ടി പാശ്ചാത്യ രാജ്യങ്ങളെ എന്നും കൂടെ കൂട്ടാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിട്ടുമുണ്ട്. അതിനിടയിലാണ് ചൈന അതിർത്തികൾ കടന്ന് വളരാൻ ആരംഭിച്ചത്. ചൈനയുടെ സ്വാധീനം പല മേഖലകളിലേക്കും വ്യാപിക്കുകയും രാജ്യം വിദേശ നിക്ഷേപത്തിന് തുറന്നുകൊടുത്തതിലൂടെ വിദേശ രാജ്യങ്ങളുമായി മികച്ച സൗഹൃദം ഉണ്ടാകുകയും ചെയ്തു. അതിലെടുത്തു പറയേണ്ടത് ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് തന്നെയാണ്. അമേരിക്കയുമായുള്ള കടുത്ത മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റു രാജ്യങ്ങളെ നോക്കിക്കാണുന്ന ബീജിംഗ് ഇപ്പോൾ അയൽ രാജ്യങ്ങളുമായി അടുത്ത ബന്ധം തേടുന്നതിനോടൊപ്പം തന്നെ യൂറോപ്പുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ശ്രമിച്ചു വരികയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ചൈനയെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വരുന്നത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതനുസരിച്ച് മെക്സിക്കോ, കാനഡ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക നികുതി ചുമത്തും എന്നാണ്. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന എല്ലാ മെക്സിക്കൻ, കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്കും അധിക താരിഫ് ഏർപ്പെടുത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ജനുവരി 20 ട്രംപ് ഒപ്പിടുമെന്നാണ് പ്രഖ്യാപനം. ഇറക്കുമതി ഉൽപ്പന്നങ്ങളിൽ അധിക നികുതി ചുമത്തുന്നതിന് പിന്നിൽ അതിർത്തി സുരക്ഷയും മയക്കുമരുന്ന് നിയന്ത്രണവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണെന്നാണ് ട്രംപിന്റെ വാദം. ഫെന്റനൈൽ പോലുള്ള മയക്കുമരുന്നുകളും അനധികൃത കുടിയേറ്റവും തടയുന്നതുവരെ ഈ തീരുവ നീക്കം ചെയ്യില്ലെന്നാണ് ട്രംപ് വിശദീകരിച്ചിരിക്കുന്നത്. പുതിയ നയപ്രകാരം ട്രംപ് മറ്റൊരു പണി കൂടി ചൈനയ്ക്ക് കരുതി വെച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള നിലവിലെ നികുതിക്ക് പുറമെ 10% അധിക നികുതി കൂടി ഏർപ്പെടുത്തുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. അമേരിക്കയിലേക്ക് ചൈന മയക്കുമരുന്ന് അയക്കുന്നതിനെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് ഈ അധിക നികുതിക്ക് പിന്നിലെന്നാണ് ട്രംപിന്റെ വിലയിരുത്തൽ. ഫെന്റനൈൽ പോലുള്ള മാരകമായ സിന്തറ്റിക് ഒപ്പിയോഡുകൾ ചൈനയിൽ നിന്ന് നിറച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് എത്തുന്ന കാര്യം വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്ക ആരോപിച്ചിരുന്നു. തെരുവ് കച്ചവടക്കാരാണ് ഇതിലെ പ്രധാന കണ്ണികൾ. അവർ വളരെ സുഗമമായിട്ടാണ് ഈ കച്ചവടം പൊടിപൊടിക്കുന്നത്. സാമ്പത്തിക ലാഭത്തിനായി ഹെറോയിൻ, കൊക്കൈൻ തുടങ്ങിയ മറ്റു മരുന്നുകളുമായി കലർത്തിയാണ് ഇവർ ഇത്തരം ഡ്രഗ് വിപണിയിൽ എത്തിക്കുന്നത്. ഹെറോയിനേക്കാൾ 10 മടങ്ങ് വീര്യമുള്ളതാണ് ഫെന്റനൈൽ. ഇത് അമിത അളവിൽ ശരീരത്തിലെത്തിയാൽ മരണം പോലും സംഭവിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. 2022 പുറത്തു വന്ന ഒരു കണക്ക് പ്രകാരം 70,000-ലധികം അമേരിക്കൻ പൗരന്മാർ ഫെന്റനൈലിന്റെ ഉപയോഗം കൊണ്ട് മരണമടഞ്ഞു എന്ന് പറയപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കെമിക്കൽ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണെന്നറിയാമോ? 40,000 മുതൽ 10 ലക്ഷം വരെ ചൈനീസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെ കണക്കുകൾ. വൻ ലാഭത്തിൽ പോകുന്ന ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് പെട്ടെന്ന് നിയന്ത്രിക്കുക എന്ന കാര്യം അത്ര എളുപ്പമുള്ളതല്ലല്ലോ. US കോൺഗ്രസ് ഹിയറിംഗിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് വിതരണക്കാർക്ക് നികുതി ഇളവുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അനധികൃത ഫെന്റനൈൽ വ്യാപാരത്തിന് ചൈനീസ് സർക്കാർ സബ്സിഡി നൽകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്. ഈ പ്രശ്നത്തെ ആഗോളതലത്തിൽ ഉയർത്തിക്കാണിച്ച് US നടപടിയെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും കാര്യങ്ങൾ എവിടെയും എത്തിയില്ല. ഈ അവകാശവാദങ്ങൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിഷേധിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അമേരിക്ക ഈ വിഷയത്തിൽ നിരന്തരം ചൈനയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് 2019 ചൈന ഫെന്റനൈലും അതിന്റെ അനലോഗുകളും നിരോധിക്കുന്നത്. 2024 ജനുവരിയിൽ സിന്തറ്റിക് ഒപ്പിയോയിഡ് ഫെന്റനൈലിന്റെ ഉൽപ്പാദനം തടയാൻ ചൈനയും US സംയുക്ത പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അമേരിക്കയിലേക്ക് കടത്തുന്നതിന് മുൻപ് ഫെന്റനൈലിനെ സമന്വയിപ്പിക്കാൻ മെക്സിക്കൻ കാർട്ടലുകൾ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ പ്രാഥമിക ഉറവിടം ചൈനയാണെന്ന് അമേരിക്ക ഇപ്പോഴും സംശയിക്കുകയാണ്. അമേരിക്കൻ നിയമനിർവഹണ ഏജൻസികൾ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വ്യാപാരം $60 ബില്യൺ മൂല്യമുള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. നിഷിദ്ധമാണെന്ന് അവർ വിശ്വസിക്കുന്ന എല്ലാ രാസ ഉൽപ്പന്നങ്ങളും ചൈനീസ് സർക്കാർ അടച്ചുപൂട്ടുകയാണെങ്കിൽ ലോകമെമ്പാടുമുള്ള മയക്കുമരുന്ന് വ്യവസായം തകരുന്നത് നിങ്ങൾ കാണും. അമേരിക്കയുടെ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ മുൻ ഏജന്റായ റേ ഡോനേവൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അധിക ലാഭം ലക്ഷ്യമിട്ട് ചൈന നടത്തുന്ന ഇത്തരം കാര്യങ്ങൾ ചൈനയുടെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക വശങ്ങളെയും പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്.
2023 ചൈനീസ് നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ചൈനീസ് യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് 14.9% റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഗോളതലത്തിൽ ചൈനയ്ക്ക് സംഭവിച്ച മാന്ദ്യമാണ് ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷത്തിൽ എത്തിപ്പെട്ടത്. ചൈനയുടെ സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലായതിനാൽ പല യുവാക്കൾക്കും ജോലിയില്ലാത്ത അവസ്ഥയും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ചൈന ഇത്തരം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഇന്ത്യക്കാർക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ അടുത്ത് വരുന്ന റിപ്പോർട്ടുകൾ അത് വ്യക്തമാക്കി തരുന്നുണ്ട്. BBC അടക്കമുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് ചൈനയുടെ പോക്ക് താഴോട്ടാണ് എന്ന്. കാരണം വളരെ ഉയർച്ചയിലെത്തിയ ഒരു രാജ്യമാണ് ചൈന എല്ലാ തരത്തിലും. പക്ഷേ ഈയിടെയായിട്ട് സാമ്പത്തിക മാന്ദ്യം ചൈനയുടെ സാമ്പത്തിക അവസ്ഥയെ പ്രതികൂലമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് സാമ്പത്തിക ഉന്നതി ലക്ഷ്യമിട്ടുകൊണ്ട് യുവാക്കൾ ഈ മേഖലയിലേക്കാണ് ചുവടുറപ്പിക്കുന്നത്. അതായത് മയക്കുമരുന്ന് കച്ചവടത്തിലെ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടുകൊണ്ട് ചൈനയിലെ യുവാക്കളിൽ ഒരുപാട് പേർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വൻതോതിലുള്ള മയക്കുമരുന്ന്, പ്രത്യേകിച്ച് ഫെന്റനൈൽ പോലുള്ള മാരക മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് അയക്കുന്നതിൽ ചൈനയുമായി നിരവധി ചർച്ചകൾ മുമ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഒരു ഫലം കണ്ടില്ലെന്നും ട്രംപ് പറയുന്നുണ്ട്. മയക്കുമരുന്ന് അയക്കുന്നത് നിർത്തുന്നത് വരെ ചൈനയിൽ നിന്ന് 10% അധിക താരിഫ് ഈടാക്കുക തന്നെ ചെയ്യുമെന്നാണ് ട്രംപ് കർശനമായി ചൈനയോട് പറഞ്ഞിട്ടുള്ളത്. അതേസമയം അമേരിക്കയുടെ അധിക നികുതി ചുമത്തൽ കാരണം മെക്സിക്കോ, കാനഡ, ചൈന എന്നീ രാജ്യങ്ങളുടെ വ്യാപാരത്തിൽ വലിയ ആഘാതം നേരിടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വാണിജ്യ ബന്ധങ്ങളെ പരോക്ഷമായി ബാധിക്കുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നുമുണ്ട്. ട്രംപിന്റെ ഈ നിലപാട് മറ്റ് പാശ്ചാത്യ ശക്തികളെയും ബാധിക്കുമല്ലോ. അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് നാഫ്റ്റ, USMCA കരാറുകളുമായി ബന്ധപ്പെട്ട് വളരെയധികം തർക്കങ്ങൾക്ക് തുടക്കം കുറിക്കാനും ഇതുവഴി സാധ്യതയുണ്ട്. എന്നാൽ ജോ ബൈഡനും ഷീ ജിൻപിങ്ങും തമ്മിൽ കഴിഞ്ഞ വർഷം ധാരണയിലെത്തിയതിനെ തുടർന്ന് മയക്കുമരുന്ന് കടത്ത് തടയാൻ ചൈന നടപടികൾ സ്വീകരിച്ചെന്ന് ചൈനീസ് എംബസി വക്താവ് ലിയു പെൻഗ്യു പറയുന്നുണ്ട്. ഫെന്റനൈൽ പോലുള്ള മാരക മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് ചൈന മനഃപൂർവ്വം അയക്കുകയാണെന്ന ട്രംപിന്റെ വാദം ചൈന തള്ളിയിരിക്കുകയാണ് ഇപ്പോഴും. ഇത് വാസ്തവ വിരുദ്ധമാണെന്നാണ് ചൈന ഉറപ്പിച്ചു പറയുന്നത്. 2023 മെക്സിക്കോയിൽ നിന്നുള്ള കയറ്റുമതിയുടെ 83%, കനേഡിയൻ കയറ്റുമതിയുടെ 75% അമേരിക്കയിലേക്കാണ് പോകുന്നത്. മാത്രവുമല്ല, ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനം വന്നതോടെ ട്രംപും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ വ്യാപാരത്തെക്കുറിച്ചും അതിർത്തി സുരക്ഷയെക്കുറിച്ചും സംസാരിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ട്രംപ് വീണ്ടും അന്താരാഷ്ട്ര നയത്തിലും ആഭ്യന്തര സാമ്പത്തിക വിഷയങ്ങളിലും തന്റെ കഠിന നിലപാട് സ്വീകരിക്കുമെന്നു തന്നെയാണ് ഈ നികുതി ചുമത്തൽ പ്രഖ്യാപനം നമ്മളോട് പറയുന്നത്. അതേസമയം മെക്സിക്കോയും കാനഡയും അമേരിക്കൻ നീക്കങ്ങൾക്കെതിരെ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് മറ്റ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ചൈനയുടെ ഏറ്റവും പ്രിയങ്കരമായ രാഷ്ട്ര വ്യാപാര നില അവസാനിപ്പിക്കുമെന്നും ചൈനീസ് ഇറക്കുമതിക്ക് 60%-ലധികം താരിഫ് ചുമത്തണമെന്നും ട്രംപ് മുമ്പ് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. ട്രംപ് തന്റെ ആദ്യത്തെ ടേമിൽ തന്നെ ഇതിനുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴിതാ രണ്ടാമത്തെ വരവിൽ വീണ്ടും താരിഫ് വർദ്ധിപ്പിക്കുകയാണ്. രാജ്യത്തിന്റെ ദീർഘകാല മാന്ദ്യം, കടബാധ്യതകൾ എന്നിവ കണക്കിലെടുക്കുമ്പോൾ ട്രംപിന്റെ ഈ പ്രസ്താവന ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ദുർബലമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം 25% താരിഫ് ഏർപ്പെടുത്തിയ ട്രംപിനെതിരെ ലോകവ്യാപകമായിട്ട് വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. താരിഫുകൾ പല നികുതികളായി ഉപയോക്താക്കളുടെ തലയിൽ വരുമെന്ന് ചേംബർ ഓഫ് കോമേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാറുകൾ, ഭക്ഷണം, ഇലക്ട്രോണിക് എന്നിവയ്ക്കുള്ള വില വർധനവ് ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ടല്ലോ. ദൈനംദിന ചെലവുകൾ, പ്രത്യേകിച്ച് പലചരക്ക് ബില്ലുകൾ കുടുംബ ബജറ്റിനെ വലിയ രീതിയിൽ ബാധിക്കാനാണ് സാധ്യതയുള്ളത്. 2019 ജപ്പാനിൽ ട്രംപ് ഷീ ചർച്ചകൾക്കു ശേഷവും താരിഫുകൾ പൂർണ്ണമായി പ്രശ്നപരിഹാരമായിരുന്നില്ല. ബ്രിട്ടനിലെ സാമ്പത്തിക വിദഗ്ധർ താരിഫുകൾ ആഗോള പണപ്പെരുപ്പം കുറയ്ക്കുമെന്ന് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. എന്നാൽ താരിഫ് ഈടാക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ വിലവർധനവിൽ ഉപഭോക്താവിന് ബാധ്യതയായി മാറും. ട്രംപിന്റെ ഈ നയങ്ങൾ ആഗോള ഓഹരി വിപണികളിൽ അസ്ഥിരത സൃഷ്ടിക്കാനും ഇടയുണ്ട്. ഡോളർ വില വർധനവ് കനേഡിയൻ ഡോളറിനും മെക്സിക്കൻ പെസോയിനും എതിരെ ഉയരുകയും ആഗോള വ്യാപാര ബന്ധങ്ങളിൽ ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. സിന്തറ്റിക് ഡ്രഗുകൾ അമേരിക്കക്കാരെ നശിപ്പിക്കുമെന്ന ആശങ്ക ട്രംപിന് തോന്നുന്നതിൽ യാതൊരു ആശങ്കയും നിലനിൽക്കുന്നില്ല എന്ന കാര്യം ഞാൻ പറയട്ടെ. കറുപ്പ് എന്ന ലഹരി നശിപ്പിച്ച ഒരു ഭൂതകാലത്തിൻ്റെ കഥ ചൈനയ്ക്ക് പറയാറുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരും ദിനങ്ങളിൽ തന്നെ മനസ്സിലാകും. ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ പല കാര്യങ്ങളും മാറാനുള്ള ഒരു സൂചനയാണ് ഇതൊക്കെ നമ്മളോട് പറയുന്നത്. പുതിയ അപ്ഡേറ്റുമായി എന്തായാലും എത്താം. അപ്പോൾ ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പരമാവധി ശ്രദ്ധിക്കുമല്ലോ.